welcome to Bosco Campus Vision. I am Grishma TJ, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 18th lecture of Customs Duty and Overview. In today's session, we are discussing about the differences between internal trade and international trade. In the previous lecture, we already discussed about internal and international trade. Let us discuss what's the differences between internal and international trade. First one, demand and supply. Demand and supply cannot work out their full effects where foreign trade is concerned. Whereas, such factors can work out their full efforts in the case of internal trade. Foreign trade in the case, demand and supply full effect work out avilla. പക്ഷേ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫുൾ എഫേർട്ടിൽ വർക്കൗട്ട് ആവുന്നത് ഇൻറ്റേർണൽ ട്രേഡിൽ മാത്രമാണ്. സെക്കൻഡ് വൺ, ഫിസിക്കൽ ഒബ്സ്റ്റക്കിൾ ടു കൊമേഴ്സ്. വെയർ ഇൻ്റർനാഷണൽ ട്രേഡ് ഈസ് ക്യാരിഡ് ഓൺ എ ഫാർ ഗ്രേറ്റർ ഡിഗ്രി ഓഫ് ഇനിക്വാളിറ്റി ബിറ്റ്വീൻ കണ്ടീഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് ഇറ്റ് നെസസറി ടു stimulate trade when the countries are widely separated than when they are adjoining. ഇൻ്റർനാഷണൽ ട്രേഡ് നടക്കുന്നിടത്ത് വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രൊഡക്ഷൻ കണ്ടീഷൻസിൽ ഇനിക്വാളിറ്റീസ് ഉണ്ടാകുന്നത് വളരെ വലുതാണ്. ഇൻ്റർനാഷണൽ ട്രേഡിൽ കൊമേഴ്സ് നടത്തുമ്പോൾ ഒരുപാട് ഫിസിക്കൽ ഓബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. തേർഡ് വൺ ഈസ് ആർട്ടിഫിഷ്യൽ ബാരിയേഴ്സ് ടു ട്രേഡ്. The natural difficulties may be increased by artificial barriers to trade, either through prohibitive laws as in wartime or through customs duties or protective tariffs in the context of international trade. കസ്റ്റംസ് ഡ്യൂട്ടിയിലൂടെയോ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ പശ്ചാത്തലത്തിലുള്ള പ്രൊട്ടക്റ്റീവ് താരിഫുകളിലൂടെയോ യുദ്ധകാലത്തിലെന്ന പോലെ പ്രൊഹിബിറ്റീവ് ലോസിലൂടെ കൃത്രിമമായി കൊണ്ടുവരുന്ന തടസ്സങ്ങൾ മൂലം നാച്ചുറൽ ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ് വർദ്ധിക്കാം. ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ബാരിയേഴ്സ് ടു ട്രേഡ് ഉണ്ടാവാം ഇൻ്റർനാഷണൽ ട്രേഡിൽ. ദെൻ ഫോർത്ത് വൺ, ഓബ്സ്റ്റക്കിൾസ് ടു മൈഗ്രേഷൻ ഓഫ് ലേബർ. സീരിയസ് ഓബ്സ്റ്റക്കിൾസ് ടു ദ മൈഗ്രേഷൻ ഓഫ് ലേബർ ഫ്രം കൺട്രി ടു കൺട്രി സച്ച് ആസ് ലാംഗ്വേജ് ഡിഫറൻസസ് ആർ ഓഫൺ പ്രൊഹിബിറ്റീവ്, while feelings of patriotism helps to keep men in their own country. According to Briggs, for every man who will so change his habits as to go to work abroad, there are 100 who will move from district to district within a country. Even though a relatively small migration is necessary to equalize the conditions in two countries, neighboring states may persist for generations if standards of life where are markedly different. ഭാഷാ വ്യത്യാസങ്ങൾ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് തൊഴിൽ കുടിയേറുന്നതിനുള്ള ഗുരുതരമായ തടസ്സങ്ങൾ പലപ്പോഴും നിരോധിച്ചിരിക്കുന്നു. അതേസമയം ദേശസ്നേഹത്തിൻ്റെ വികാരങ്ങൾ പുരുഷന്മാരെ സ്വന്തം രാജ്യത്ത് തന്നെ നിലനിർത്താൻ സഹായിക്കുന്നു. ബ്രിക്സ് പറയുന്നതനുസരിച്ച് വിദേശത്തേക്ക് ഒരാൾ ജോലിക്ക് പോകുമ്പോൾ തൻ്റെ ശീലങ്ങളിലും മാറ്റം വരുത്തുന്നുണ്ട്. 100-ലധികം ആളുകൾ ഒരു കൺട്രിയിൽ തന്നെ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഡിസ്ട്രിക്റ്റിലേക്ക് മൂവ് ചെയ്യാറുണ്ട്. രണ്ട് രാജ്യങ്ങളിലെ അവസ്ഥകളെ തുല്യമാക്കുന്നതിന് താരതമ്യേന സ്മോൾ മൈഗ്രേഷൻ ആവശ്യമാണെങ്കിലും നെയ്ബറിംഗ് സ്റ്റേറ്റുകൾ തമ്മിൽ തുടരാം. അവിടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഫിഫ്ത്ത് വൺ, ഓബ്സ്റ്റക്കിൾസ് ഓഫ് മൊബിലിറ്റി ഓഫ് ക്യാപിറ്റൽ. മെൻ ഹൂ റെഫ്യൂസ് ടു ലീവ് ദെയർ ഓൺ ലാൻഡ് മേ ഇൻവെസ്റ്റ് ക്യാപിറ്റൽ എബ്രോഡ്, ബട്ട് എ ഹോം ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് യൂഷ്വലി പ്രിഫേർഡ് ടു എ ഫോറിൻ. എ ഫോറിൻ ലോൺ മസ്റ്റ് ഓഫർ എ മച്ച് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദാൻ എ ഹോം ലോൺ. Not only is there a real risk of loss of interest and even capital, but an investor feels a sense of insecurity when money is invested abroad. ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ. വിദേശത്തേക്ക് പോകാൻ മടിക്കുന്ന ആൾക്കാർ
ചിലപ്പോൾ ക്യാപിറ്റൽ വിദേശത്തേക്ക് എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകാം. പക്ഷേ ഒരു ഹോം ഇൻവെസ്റ്റ്മെൻറ്റ് യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത് ഒരു ഫോറിനറാണ്. ഒരു ഫോറിൻ ലോൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഹോം ലോണിനേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഇൻവെസ്റ്റേഴ്സ് ഫോറിനിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. ദ നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് differences in economic environment from country to country. Different countries have different facilities in carrying out their productive activities. Differences in system of national and local taxation, regulations for health, sanitation, factory organization, education and insurance, policy regarding the transport and public utilities, laws relating to industrial combinations and trade, etc. do exist as between countries. These differences bring about a difference in the cost of production between them. ഒരു രാജ്യത്തിൻ്റെ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി ആയിരിക്കില്ല മറ്റൊരു രാജ്യത്തിൻ്റേത്. അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എക്കണോമിക് എൻവയോൺമെൻറ്റ് ഫുള്ളായിട്ടൊരു ഡിഫറൻസ് ഉണ്ടാവാം. നാഷണൽ ആയിട്ടും ലോക്കൽ ടാക്സേഷൻ്റെ കേസിലായാലും റെഗുലേഷൻസ് ഫോർ ഹെൽത്തിനായാലും സാനിറ്റേഷനിലായാലും ഫാക്ടറി ഓർഗനൈസേഷൻ്റെ കേസിലായാലും എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഷുറൻസ്, പോളിസി റിഗാർഡിംഗ് ദ ട്രാൻസ്പോർട്ട് ആൻഡ് പബ്ലിക് യൂട്ടിലിറ്റീസ്, ലോസ് റിലേറ്റിംഗ് ടു ഇൻഡസ്ട്രിയൽ കോമ്പിനേഷൻസ് ആൻഡ് ട്രേഡ്. ഈ കാര്യങ്ങളിലെല്ലാം ഒരു രാജ്യത്തെ പോലെ ആയിരിക്കത്തില്ല എല്ലാ രാജ്യങ്ങളും. എല്ലാ രാജ്യങ്ങളിലും അവരുടേതായിട്ടുള്ള എക്കണോമിക് എൻവയോൺമെൻറ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും ഡിഫറെൻ്റ് ആയിരിക്കും. ദ നെക്സ്റ്റ് വൺ ഈസ് കറൻസി ഡിഫറൻസസ്. കറൻസി ഡിഫറൻസസ് ആർ സ്റ്റിൽ മോർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് എക്സ്ചേഞ്ച് ഈസ് thereby hampered. For instance, if an Indian manufacturer wishes to sell goods in the USA or England, he must know the value of USA or England currency units in terms of Indian money. Apart from this, each country is under the control of a separate central bank, each following a separate monetary policy which may greatly affect the foreign trade of the country. കറൻസി വ്യത്യാസങ്ങൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നതിനാൽ അത് എക്സ്ചേഞ്ചിനെ തടസ്സപ്പെടുത്തുന്നു. ഒരു ഇന്ത്യൻ മാനുഫാക്ചറർ USA-ലോ ഇംഗ്ലണ്ടിലോ സാധനങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ സെല്ലർ USA-യുടെ കറൻസി വാല്യൂവും ഇംഗ്ലണ്ടിലെ കറൻസി വാല്യൂവും ഇന്ത്യൻ മണിയുമായിട്ടുള്ള താരതമ്യം നടത്തിയിരിക്കണം. ഓരോ രാജ്യവും ഓരോ സെൻട്രൽ ബാങ്കിൻ്റെ കീഴിൽ സെപ്പറേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ മോണിറ്ററി പോളിസിയും ഡിഫറെൻ്റ് ആയിരിക്കും. ഫോറിൻ ട്രേഡിനെ അത് സാരമായി ബാധിക്കുകയും ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് ദ ജോഗ്രഫിക്കൽ ആൻഡ് ക്ലൈമറ്റിക് കണ്ടീഷൻസ് may give rise to territorial division of labor and localization of industries. Some countries may have natural resources in abundance such as iron ore, coal, etc. Whereas in some other countries, climatic conditions give advantages to them. ഒരു രാജ്യത്തിൻ്റെ ജോഗ്രഫിക്കൽ ആൻഡ് ക്ലൈമാറ്റിക്കൽ കണ്ടീഷൻ അനുസരിച്ച് തൊഴിലാളികളുടെ പ്രാദേശിക വിഭജനത്തിനും ഇൻഡസ്ട്രീസിൻ്റെ പ്രാദേശികവൽക്കരണത്തിനും കാരണമായേക്കാം. ചില രാജ്യങ്ങൾക്ക് സ്വന്തമായി നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. അയൺ ഓറും കോളും പോലെയുള്ള നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടായിരിക്കാം. മറ്റു ചില രാജ്യങ്ങളുടെ ക്ലൈമറ്റിക് കണ്ടീഷൻ അതിന് ഗുണകരമായേക്കും. നെക്സ്റ്റ് വൺ, ലോങ് ഡിസ്റ്റൻസ്. International trade is predominantly long distance. This may affect the transport cost and the mobility of the different factors of production. ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് പ്രധാനമായും ലോങ് ഡിസ്റ്റൻസിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ട്രാൻസ്പോർട്ട് കോസ്റ്റിനെ അഫക്റ്റ് ചെയ്യും, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെയും അതിൻ്റെ മൊബിലിറ്റിയെയും അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇൻ്റർനാഷണൽ ട്രേഡ് ലോങ് ഡിസ്റ്റൻസിലുള്ളതാണ്. ദ ലാസ്റ്റ് ഡിഫറൻസ് ഈസ് പ്രിഫറൻസ്. Preference for home and the prejudice against foreigners remain as one of the major factors that would explain as to why the rates of earnings of the different of equal efficiency would not be equalized between different countries. ഹോം കൺട്രിയോടുള്ള പ്രിഫറൻസും ഫോറിനേഴ്സിനെതിരായുള്ള മുൻവിധിയും
നമ്മുടെ റേറ്റ് ഓഫ് ഏർണിങ്സ് കൂട്ടാത്തതിന് ഒരു കാരണമാകുന്നുണ്ട്. These are the 10 differences between internal and international trade. Okay, this is all for today's session. Thank you for listening.